ഹായ് ഫ്രണ്ട്സ്, ഗീത ഗോവിന്ദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദനെയും കൂട്ടിയിട്ട് നമ്മുടെ ഗീതു വരികയാണ് കേട്ടോ. ഗോവിന്ദാണെങ്കിൽ വീഴാനൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് ഗീതു പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇതെന്തൊരു മാരണായൻ്റെ കണ്ണാ ഗുരുവായൂരപ്പ, ഇപ്പോൾ വീണേനെ. ഞാൻ കുടിച്ച് ലക്കില്ല എന്ന വ്യാജേന ഇവളെയും കൂട്ടി മറിഞ്ഞു വീഴാം, എന്നിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കണം എന്നൊക്കെ പറയാം കേട്ടോ നമ്മുടെ ഗോവിന്ദ്. അടി കിട്ടിയാൽ അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറയാം. അതല്ല, അവളൊന്നും പ്രതികരിക്കാതെ നിൽക്കുകയാണെങ്കിൽ ഞാൻ മദ്യപിച്ചതായി അഭിനയിച്ചതാണെന്നും ഞാൻ നിന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നതായും കാതിൽ പറയാന്ന് പറഞ്ഞിട്ട് ഗീതുവിൻ്റെ കാതിൻ്റെ അടുത്തേക്ക് പോവാണ്. പക്ഷേ എന്താ ഈ കാണിക്കണേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഗോവിന്ദ് വീഴാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ വീണേനെ എന്ന് പറയുമ്പോൾ റൂമിൽ ചെല്ലട്ടെ, വീണില്ലെങ്കിൽ ഞാൻ ചവിട്ടി വീഴ്ത്തു എന്ന് പറയാം കേട്ടോ ഗീതു. വീഴാൻ റെഡിയായി നിൽക്കുവാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രേഖ പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞാലൊന്നും ഗോവിന്ദേട്ടൻ കേൾക്കില്ല, അതുകൊണ്ടാണ് ഗീതുവിന് ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് വിട്ടത് എന്ന കാര്യം. ഓ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന എന്നെ ചതിച്ച പാരകളാണല്ലേ നിങ്ങൾ എന്ന് രേഖയോട് പറയുമ്പോൾ രേഖ പറയുന്നുണ്ട്, ഞങ്ങൾ വിചാരിച്ചാലൊന്നും ഗോവിന്ദേട്ടനെ നന്നാക്കാൻ കഴിയില്ല. അപ്പോൾ രാധികാമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഗോവിന്ദ് രാധികാമ്മയെ കണ്ടപ്പോഴേക്കും നേരെ നിൽക്കാൻ ശ്രമിക്കണ്ട, നിന്റെ ആട്ട ഞങ്ങൾ കണ്ടു പറഞ്ഞിട്ട് പ്രിയയോട് പറയുന്നുണ്ട്, നീ കണ്ടില്ലേ നിന്റെ ഏട്ടന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ പ്രിയ പറയുന്നുണ്ട്, ഇതൊക്കെ ഇവര് കാരണമാണ് രഞ്ജു എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഗീതു പറയണേ, ഒറ്റയ്ക്ക് ഞാൻ ഇവിടം വരെ എത്തിച്ചു, ഇനി സ്റ്റെപ്പ് കയറി മുകളിലെത്തിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാം കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ, നമ്മൾ 2 പേരില്ലേ എന്ന് ചോദിക്കുകയാണ് ഗോവിന്ദ്. ഇത് കേൾക്കുന്ന രേഖ പറയുന്നുണ്ട്, ഗീതു ഇതെനിക്ക് വിട്ടേക്ക്, ആ കാര്യം ഞാൻ ഏറ്റു എന്ന് പറയാം കേട്ടോ. നീയോ എന്ന് ചോദിക്കുമ്പോൾ, അതെ ഗോവിന്ദേട്ടാ, ഞാൻ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വരുണിനെ വിളിക്കാട്ടോ. നമ്മുടെ വരുൺ അവിടെ എത്താണ് കേട്ടോ. വരുണ് ചോദിക്കുന്നുണ്ട്, എന്താ രേഖ വിളിച്ചത്? അതെ, ഗീതുവിനെ ഗോവിന്ദേട്ടൻ്റെ മുകളിൽ എത്തിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, അതിനെന്താ, നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദിനെ അങ്ങ് കൊണ്ടുപോവാണ് കേട്ടോ. സ്റ്റെപ്പ് കയറുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ഗീതുവിനെ നോക്കി പറയുന്നുണ്ട്, നീ വല്ലാത്തൊരു കൊലച്ചതിയാണല്ലോടി നീ ചെയ്തത്, നിന്നെ കെട്ടിമറിഞ്ഞിരിക്കാന്ന് വെച്ചപ്പോൾ ഇവൻ്റെ കൈകളിൽ തന്നെയാണല്ലോ എന്നെ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് കയറിപ്പോവാണ് കേട്ടോ. അങ്ങനെ റൂമിലെത്തുന്ന ഗോവിന്ദ് പറയുന്നുണ്ട്, ഗോ ടു യുവർ ക്ലാസ്സസ്, റൂമിലെത്തിയ സ്ഥിതിക്ക് എല്ലാവരും പൊക്കോ പറയുമ്പോൾ വരുണ് പറയുന്നുണ്ട്, ഞാൻ ഏട്ടനെ ഇവിടെ കിടത്തിയിട്ടേ പോവുള്ളൂ എന്ന് പറയണേ. അപ്പോൾ ഗീതു പറയാണ്, കിടത്തല്ലേ, ഇതിന് മുൻപ് ഒന്ന് കുളിച്ചിട്ട് കിടത്താ എന്ന് പറയണേ. ഈ രാത്രി എനിക്ക് കുളിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, ഞാൻ കുളിപ്പിച്ചിരിക്കും എന്ന് പറയാം കേട്ടോ. ആര്, നീയോ? അതെ ഞാൻ തന്നെ എന്ന് പറയണേ. ഈ കുളിസേനൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രേഖയും രഞ്ജുവും കൂടി അവിടുന്ന് സ്ഥലം വിടണേ. അങ്ങനെ കുളിമുറിയിലെത്തുന്ന നമ്മുടെ ഗോവിന്ദ് മുഴുവൻ ഫിറ്റാ, എനിക്ക് നേരെ നിൽക്കാൻ പോലും ആവുന്നില്ല എന്ന് പറയാം കേട്ടോ. അപ്പൊ ഗീതു കുത്തിച്ചാരി നിർത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ തലമണ്ട വഴി ഞാൻ ഒരു 10 ബക്കറ്റെങ്കിലും ഒഴിക്കും, ഇവിടെയുള്ള മോര് മൊത്തം കുടിപ്പിക്കും കണ്ണേട്ടനെ എന്ന് പറയുമ്പോൾ, ഞാൻ കഷ്ടപ്പെട്ട് ഫിറ്റായതാ, ഇളക്കിക്കളയല്ലേ, എൻജോയ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതുവിനെ ഷവറിന്റെ ചോട്ടിൽ നിർത്തി നനപ്പിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.